ബിജെപി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പി.സി. ജോർജ് ന്യൂസ് 18നോട്. പത്തനംതിട്ടയുടെ എംപിയായി കേന്ദ്രത്തോട് 1000 കോടി രൂപ ആവശ്യപ്പെട്ടാൽ അവർ അനുവദിക്കും. പിൽഗ്രിം ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ ബിജെപിക്ക് ഉണ്ടായിരുന്നില്ലെന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെന്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ എം പിക്കില്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്ന്, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിന്റെ പ്രാധാന്യം വലിയ ഇതാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെയ്യാവുന്നൊരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാബര് പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടുന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്മലയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ജയിക്കാൻ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമൺ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി ഒരു 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവർ അനുവദിക്കും. അതിന് പറയാൻ ആള് വേണ്ടേ? മനസ്സിലായോ? പി.സി. പറഞ്ഞാൽ അനുവദിക്കും. ഞാൻ പറഞ്ഞ അനുവദിക്കും എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആ എം പിക്ക് ഞാൻ പറഞ്ഞ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു എം പി ആകണം എന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ട്? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് താങ്കൾ. ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയൊന്നും അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. BJP നേതാവ് പറയുന്നത് പി.സി. പറയും പത്തനംതിട്ട നിൽക്കാൻ പറയും, പോയി നിൽക്കും. നിൽക്കേണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും. തന്റെ ബിജെപി പ്രവേശനത്തിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചെന്ന് പി.സി. ജോർജ്. 2 കൊല്ലം മുൻപെങ്കിലും ബിജെപിയിൽ ചേരേണ്ടതായിരുന്നു. റബ്ബർ വില വർധനയിലടക്കം ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും പി.സി. ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ അടുപ്പോൾ എന്തിന് ഈ നിയോജകം പൂഞ്ഞാർ ഇപ്പം എന്റെ ഫോൺ എടുത്ത് നോക്കാണ് പലരുടെയും പേര് അതിനകത്ത്. കോൺഗ്രസ് വലിയ നേതാക്കന്മാരെ വിളിച്ചത്. എനിക്കൊരു മടിയില്ല. അവർ പേര് പറയുന്ന മര്യാദയല്ല. അത് മേല് ഒരാൾക്ക് എന്നെ വിളിക്കാൻ പറ്റും, രഹസ്യം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം. പി.സി. ജോർജ് മുന്നണിയിൽ എത്തിയാൽ BJP ലക്ഷ്യമിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറെ കാലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകൾ കൂടി BJP-യിലേക്ക് എത്തിയാൽ BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ പി.സി. തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല സഭാ ബിഷപ്പുമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം. സ്വാഭാവികമായും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കും? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മുഴുവൻ മഠയന്മാരാണെന്നാരും കരുതണ്ട. ആ പാവങ്ങളെ കുറെ ആളുകളായി LDF UDയും കൂടെ വഞ്ചിച്ച് ഇട്ടിരിക്കുക. അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ല. ഞാൻ നമ്മുടെ ബിഷപ്പുമാരെയും ഇനി പ്രത്യേകിച്ച് പറയില്ല, എല്ലാവരെയും അല്ലെങ്കിലും വളരെ പ്രമുഖരായ പിതാക്കന്മാരെ കണ്ട് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടെ അനുവാദം വിജയിപ്പിച്ചവരല്ല, ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഏറ്റവും സഭയുടെ വലിയ ആള് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. വേഗം ചേരി ജോർജെ, ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും പി.സി. ജോർജ്. ചില കള്ളന്മാരെ പറ്റി താൻ പറയുന്നത് മുസ്ലിം വിരോധമല്ല. ഈരാറ്റുപേട്ടയുടെ പിന്തുണ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. SDPI വോട്ടുകൾ ഒരാൾക്ക് മാത്രമായി ചെയ്തതാണ് കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കാരണമെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഞാൻ ഒരിടത്തും പറയും വോട്ട് വേണ്ടത്. എന്നെ തെറി പറഞ്ഞവന്മാർ നിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാണ്. അപ്പം നിങ്ങളെല്ലാം കൂടെ പി.സി. വെട്ടലെ മുസ്ലിം വോട്ട് വേണ്ടെന്ന് പറഞ്ഞാക്കി അവന്മാർ കുറെ വൃത്തികെട്ടന്മാർ അത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും. അങ്ങനെ ഒരു നിലപാടില്ല. മുസ്ലിം അങ്ങനെ വോട്ട് വേണമെന്ന് പറയുമ്പോൾ ലോകത്ത് ഏതെങ്കിലും പൊട്ടം പറയുമോ? മുതുപൊട്ടൻ ഒരു വിവരമില്ലാത്ത പോലും പറയും വോട്ട് വേണ്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാന്ന്. അതൊക്കെ കളിയുടെ ഭാഗമാണ്. പറയാം. ആ കളിച്ചോടൊക്കെ എന്ത് ചെയ്യും? ഒരുത്തൻ ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിലായി. ആ കളി കളത്തിയായി. വേറൊരുത്തൻ വലിയ ഇമാമായിരുന്നു, ഇപ്പം അവന് കാക്കായി മാറി. എന്നാന്നറിയോ? പള്ളിയിൽ നിന്ന് ചാടിച്ചു വിട്ടു. അറിഞ്ഞോ? ഒക്കെ ഞാൻ പേരിച്ചു പറയാൻ 2 മാന്യന്മാരായി ഈരാറ്റുപേട്ട ജനങ്ങളെ കളിപ്പിച്ച് വഞ്ചിച്ചത്. ആ 2 അവന്മാരിൽ ഒരുത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ മര്യാദയായിട്ട് മിണ്ടായിരിക്കാൻ വരായി. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നത് നല്ലതെന്നല്ല കേട്ടോ, ഞാൻ ദുഃഖിതനാണ്. ഒരുത്തിന് അസുഖം വരാൻ പാടില്ല. പക്ഷേ ദൈവനിശ്ചയം. മറ്റവൻ എന്ത് ചെയ്യും? വലിയ ഉസ്താദായിട്ട് കിടന്നേ പള്ളിയിൽ നിന്ന് ചാടിച്ചു വിട്ടു. ഇപ്പോൾ കാക്കായാവും. പക്ഷെ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം വിരോധം എന്നതിന് അതിനെ മുസ്ലിം വിരോധമുണ്ട്. 2 കള്ളന്മാരെ പറ്റി കാര്യം പറയുന്നതിന് അതിനകത്ത് മുസ്ലിം വിരോധമാണ്. ഇവിടെ എത്രയോ മുസ്ലിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നു.
പക്ഷെ ആ ഒരു വലിയ തെറ്റിദ്ധാരണ അവരൊരു വോട്ട് ബാങ്കായി മാറുകയും ആദ്യം ഞാൻ മാറ്റിക്കോളാം, ധൈര്യമായിട്ട് മാറിയിട്ടുണ്ട്, ഇനിയും മാറ്റിക്കോളാം. ഈരാറ്റുപേട്ട പിന്തുണ എന്നാ എനിക്കുണ്ടായിരുന്നു? 80 വന്ന് നിൽക്കുക ഞാൻ. 7 ലക്ഷം എന്നില്ലേ എപ്പോഴാണ് കിട്ടിയത്? എനിക്ക് ഈരാറ്റുപേട്ട കിട്ടാവുന്ന 1710 വോട്ടാണ് കിട്ടിയത്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം പിണറായിക്കും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടെന്ന് പി സി ജോർജ്. പിണറായിയും കുടുംബവും നടത്തുന്ന കൊള്ള ജനങ്ങൾക്ക് മനസ്സിലായെന്നും പി സി ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. SFI തന്നെ അന്വേഷിക്കണം, ഇല്ല ഇത് തെളിയല. കോടതി നിരീക്ഷണം വന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഹൈക്കോടതി ചോദിച്ചു. 12-ാം തീയതിക്ക് ഞാൻ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായി? 12-ാം തീയതിക്ക് ഞാൻ തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതി വാതുറന്ന് വർത്താനം പറയുന്നത് ജഡ്ജി പറഞ്ഞിരിക്കുക. അത് പറയുമ്പോൾ ജഡ്ജി ഇല്ല കയറി. അപ്പോൾ 12-ാം തീയതി കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. മുഖ്യമന്ത്രി വീണ്ടും ഇന്നലെയും സഭയിൽ പറയുന്നുണ്ട് കൈകൾ ശുദ്ധമാണ്, ഇതൊന്നും സംഭവിക്കില്ല. പറയട്ടെ, ഇപ്പോൾ ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് എന്നോട് ചോദിക്കുക. മുഖ്യമന്ത്രി ഓഫീസിലും എൻ്റെ ആളുണ്ടെന്നുള്ള പ്രചരണം, വീട്ടിലും എൻ്റെ ആളുണ്ടെന്ന് പ്രചരണമൊന്നും പറഞ്ഞില്ല. ഇന്നലെ മിനിങ്ങാന്നും പുള്ളി വീട്ടുകാരും ഉറങ്ങിയിട്ടില്ല. പുള്ളി ആശുപത്രിയിലാക്കേണ്ടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് ആധികാരികമായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിൽ അതിന് മുമ്പത്തെ രാത്രിയിലും പിണറായി വിജയനും വീട്ടിൽ ഉറക്കം നടന്നിട്ടില്ല. എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടിപ്പാണ്. എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ പി സി ജോർജിന്റെ BJP പ്രവേശനം വലിയ ചർച്ച ആയിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ്. BJP ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പി സി ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം പത്തനംതിട്ട ഒരു വലിയ പിൽഗ്രിം ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നു. പക്ഷെ അത് ഇതുവരെയും അത് ആരും ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്രത്തോട്. അത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നൽകിയേനെ. താൻ MP ആവുകയാണെങ്കിൽ അത് ആവശ്യപ്പെടുമെന്നും 1000 കോടി രൂപ ആവശ്യപ്പെട്ടാൽ അതും അനുവദിക്കുമെന്നും ഒക്കെയാണ് പി സി ജോർജ് G. ശ്രീജിത്തിനോട് പറഞ്ഞത്. ശ്രീജിത്ത്